എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള റെസിപ്പി റെഡിയാക്കി എടുക്കാം. ചോറിന് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പറയുമ്പോഴത്തേനാണെങ്കിൽ അവർക്കൊരു പുച്ഛം തോന്നുമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവരും കാണുമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയൊക്കെ ആണ് ഈ റെസിപ്പി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് നമുക്ക് വൻപയറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിടാം. ഒരു 6 മണിക്കൂർ നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിടാം. വെള്ളത്തിൽ കുതിർത്ത പയറൊക്കെ ആണെങ്കിൽ വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അധികം താമസമൊന്നും ഇല്ലാതെ തന്നെ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ റെഡിയാക്കുന്ന സമയത്ത് പയറൊക്കെ ആണെങ്കിൽ കുതിർത്തിട്ടുണ്ടെങ്കിൽ തലേന്ന് വൈകിട്ട് കുതിർത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് കുതിർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കതൊന്ന് വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചുരക്കയാണ് എടുത്തേക്കുന്നത്. ചുരക്ക വെച്ച് നമുക്ക് തോരനാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതെല്ലാം നമുക്കൊന്ന് ഞാൻ ചോപ്പറിലിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആണെങ്കിൽ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയാണെങ്കിൽ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആണെങ്കിൽ പച്ചമുളക് എന്നും പറയുന്ന പോലെ തന്നെ നടുകെ കീറിയിട്ട് പച്ചമുളകായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ ചുരക്ക് ഈ തോരനൊക്കെ വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ നിങ്ങൾ റെഡിയാക്കുവാണെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനൊപ്പം തന്നെ ആണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട, ഇപ്പം തന്നെ ഒരു ലൈക്ക് അങ്ങ് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഇളക്കിയാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഒന്ന് വേവിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ ഈ മൂടി ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തോരൻ നമ്മൾ റെഡിയാക്കുന്നത്. ഞാൻ സാധാരണ തോരനുകളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ ഒന്ന് ഇളക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊന്ന് 1/4 പരുവം വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ പയർ ഇട്ട് കൊടുക്കുന്നത്. പയർ ഓൾറെഡി ആണെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അധികം വേവേണ്ട താമസമൊന്നുമില്ല. വീണ്ടും നമ്മൾ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചുരക്കയൊക്കെ ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം നമുക്ക് ഒട്ടും ചേർത്തില്ലെങ്കിലും ഈ ഒരു സവാളയിലൊക്കെ ആണെങ്കിലും ഈ ചുരക്കയൊക്കെ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ട് നമുക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. വെള്ളം വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു ചുവയൊരു ടേസ്റ്റും ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ തോരനുള്ള എല്ലാ തോരൻ വകകളും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ നിങ്ങൾ റെഡിയാക്കി നോക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ മോൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചോറ് കഴിക്കാവുന്നതാണ്. വേറെ നോൺ വെജിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ.